ചന്ദ്രയുടെ അച്ഛന് എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയാനുള്ളത് പറയാൻ പോകുകയല്ലേ മരുമോനെ. എന്താ കുഞ്ഞ്? എനിക്ക് എന്റെ തോളിൽ ആരും കൈവയ്ക്കുന്നത് ഇഷ്ടമല്ല. തോളിലിരുന്ന് ചെവി കടിക്കുന്നത്. മോനെ സിദ്ധു, നടേശൻ ചെവി കടിക്കാറില്ല, അറുത്തു മാറ്റാറേ ഉള്ളൂ. നടേശൻ സാറ് പറഞ്ഞാൽ അനുസരിക്കാത്തവരുടെ ചെവി നടേശൻ സാർ അങ്ങ് അറുത്തു മാറ്റും. അല്ലെങ്കിൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും. നടേശൻ സാറിന്റെ വേദം കേൾക്കാത്തവന് എന്തിനാ ചെവി? നടേശൻ സാറിന് അനുസരിച്ചാലോ? അനുസരിക്കുന്നവന്റെ കാതില് നടേശൻ സാറ് പൊൻകടുക്കാൻ ഇട്ടുകൊടുക്കും. തൽക്കാലം ഈ കടുക്കനും കൊടുക്കുന്നേ എനിക്ക് വേണ്ട. നടേശൻ സാറ് കാര്യം എന്താന്ന് വെച്ചാ പറ. നമുക്കേ ആ ചടങ്ങ് പെട്ടെന്നങ്ങ് നടത്തണം. ഏത് ചടങ്ങ്? എന്തൊരു മറവിയ ചെറുപ്രായത്തിലെ സിദ്ധുവിന്. മമ്മൂട്ടി, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക, ഇക്ക കുറിച്ച് തന്ന ഒരു എണ്ണയുണ്ട്, വലിയ ചന്ദനാദി എണ്ണ, തൈലം. അത് നെറുകയിൽ പൊത്തിയാൽ മതി, ഓർമ്മ തെളിയും. ഞാൻ ഓർക്കേണ്ട കാര്യങ്ങൾ മാത്രമേ എന്റെ മനസ്സിൽ കരുതി വെക്കാറുള്ളൂ. നല്ല ഓർമ്മകളും നല്ല മുഖങ്ങളും. അതിൽ ഏറ്റവും നല്ല മുഖം ദേവികയുടെ തന്നെ അല്ലേ? നടേശൻ സാറിന് അറിയാം. സിദ്ധു, നടേശൻ സാറിന് പ്രായമായി, ഇവിടുത്തെ പട്ടാളച്ചനും പ്രായമായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പന്തലിട്ട് ആ കല്യാണം അങ്ങ് നടക്കണം. അഗ്നിസാക്ഷിയായി ചന്ദ്രമോളുടെ കൈ പിടിച്ച് എനിക്ക് സിദ്ധുവിന് തരണം. അതെ, നടക്കാൻ ഇത്തിരി പാടാ. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കല്യാണം ഡിക്ലെയർ ചെയ്തത്. ഡിക്ലെയർ ചെയ്ത് പോയില്ലേടാ മോനെ. സിദ്ധാർത്ഥ, നടേശൻ സാറ് ഡിക്ലെയർ ചെയ്ത കാര്യം നടക്കണം, നടന്നിരിക്കണം. ഇല്ലെങ്കിൽ സിദ്ധാർത്ഥന് വേണ്ടപ്പെട്ട പലരും കളി മതിയാക്കി ഗ്രൗണ്ടിൽ നിന്നും മടങ്ങും. റിട്ടയർഡ് ഹാർട്ട്. ഞാൻ ആഗ്രഹിച്ച പന്തൽ ഇവിടെ ഉയർന്നില്ലെങ്കിൽ അവിടെ സുധിയുടെ വീട്ടിൽ ഒരു പന്തൽ ഈ നടേശൻ സാറ് കെട്ടും. ആരൊക്കെ അതിൽ നീണ്ടു നിവർന്ന് കിടക്കുമെന്ന് കണ്ടറിയണം. ചിന്തിച്ച് നല്ല കാര്യത്തിന് ഒരു തീയതി കുറിക്കും. പിന്നെ മനസ്സിലുള്ള ആ സുന്ദരമായ മുഖത്ത് ആസിഡ് ബൾബ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. മോനെ, അറ്റൻഷൻ, കെയർ ആൻഡ് കോഷൻ.